ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? വിരട്ടലും ഭീഷണിയുമൊന്നും കേരളത്തിൽ വേണ്ട എന്നാണ് ബി.ജെ.പി. നേതാവ് സുരേഷിനോട് കെ.ടി. ജലീൽ പറയുന്നത്. ബഹുദൈവ ആരാധന കടന്നുവരുന്ന വരികൾ ചൊല്ലാൻ ഏകദൈവ വിശ്വാസികൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മറ്റാരുമല്ല, നമ്മളുടെ കെ.ടി. ജലീലാണ്. ഈ കെ.ടി. ജലീൽ എന്ന് പറയുന്ന വ്യക്തിനെ കുറച്ചും കൂടി സുതാര്യമായിട്ട് ഞാൻ പറഞ്ഞാൽ സിമിയുടെ ഒക്കെ ഒരു പ്രവർത്തകനായിരുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ ഒരു മാർഗനിർദ്ദേശമൊക്കെ കിട്ടി നല്ല പിള്ളയായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു വന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കെ.ടി. ജലീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മാന്യതയുടെ മുഖംമൂടിയാണ്, ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു, അതിൽ നിന്നും മാറി ഇപ്പോൾ നിലവിൽ അദ്ദേഹം നിൽക്കുന്നത് CPM-ലാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്നു മുതലാണ് ഏകദൈവ വിശ്വാസി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കെ.ടി. ജലീലിന്റെ തല വെട്ടുന്നതിന് തുല്യമായിട്ട് മുട്രാന്റെ തല വെട്ടി അവിടെ മൊത്തം പ്രദർശനം നടത്തിയവരാണ് ഈ മുസ്ലിം ലീഗുകാര്. എന്നിട്ടും ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ പിന്നെയും മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള പ്രീണ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ട് അവരെ പിന്താങ്ങുന്ന ഈ കെ.ടി. ജലീലിനെ പോലുള്ള ഇരട്ട സ്വഭാവമുള്ള പോലും നാണിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വെള്ളപൂശാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ CPM-ന്റെ പരിതാപകരമായ അവസ്ഥ എന്ന് പറയണം. കാരണം ആർക്കും വേണ്ടാത്ത കുറച്ച് വിഴുപ്പ് ഭാണ്ഡങ്ങളെ ഇപ്പോൾ ചുവക്കുന്ന, വർഗീയത മാത്രം കുത്തിക്കയറ്റി വർഗീയതയെ വോട്ട് ബാങ്ക് ആക്കാൻ ശ്രമിക്കുന്ന കുറച്ച് വിഴുപ്പ് ഭാണ്ഡങ്ങളെ മാത്രം അഴുക്ക് ചാലുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ CPM പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നിരാകരിക്കാൻ പറ്റുമൊന്നുമില്ല. കാരണം ഏകദൈവ വിശ്വാസികൾക്ക് അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും എല്ലാവരും ഉണ്ട്. കാരണം 1947 ഓഗസ്റ്റ് 14 ഏകദൈവ വിശ്വാസികളെ മാത്രമായിട്ട് ഒരു രാജ്യം അന്ന് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതേ ഏകദൈവ വിശ്വാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. അന്ന് മുറവിളി കൂട്ടിയത് എനിക്ക് സ്വന്തമായിട്ട് രാജ്യം വേണം, ഞങ്ങൾക്ക് രാജ്യം വേണം, ഞങ്ങൾക്ക് സ്വാധീനം വേണം എന്ന് പറഞ്ഞ മുറവിളി കൂട്ടിയത് അതായത് മുഹമ്മദ് അലി ജിന്നയാണ്, അല്ലാതെ ഇവിടെയുള്ള ബഹുദൈവ വിശ്വാസികളല്ല. അന്ന് ആ ഒരു രാജ്യം പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മുതൽ ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കുമെന്ന്. അതിന് ശേഷമാണ്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി റിപ്പബ്ലിക് ആയപ്പോഴൊന്നും ഇന്ത്യ ഒരു സെക്കുലർ കൺട്രി ഒന്നുമല്ല, സെക്കുലർ രാജ്യമാണ് ഇന്ത്യ എവിടെയും എഴുതി വച്ചിട്ടുമില്ല. അതിനുശേഷം 1976 ശേഷമാണ് ഭരണഘടനയിൽ സെക്കുലർ എന്നൊരു വാക്ക് ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കൂട്ടിച്ചേർത്തത്. പക്ഷെ എന്നിട്ടും ഈ സെക്കുലർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്പോഴും ഇന്ത്യ ഒരു സെക്കുലർ കൺട്രി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മതനിരപേക്ഷ രാജ്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഒരുപോലെ ഒന്നിച്ചു വാണിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വന്ദേ മാതരം എന്നൊരു ഗീതം പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഏകദൈവവും ബഹുദൈവവും തമ്മിലുള്ള അന്തർധാര എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മുസൽമാനും ക്രിസ്ത്യനും ഹിന്ദുവും അതുപോലെ മറ്റു മതങ്ങളും എല്ലാം ഒരുമിച്ച് ഒരുപോലെ വാണിരുന്നപ്പോൾ അപ്പോഴൊന്നും ഈ വന്ദേ മാതരം, അതായത് 1947 ഓഗസ്റ്റ് 15 മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ നമുക്ക് സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിലെ ഈ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും അതുപോലെ ബാക്കിയുള്ള മറ്റു മതസ്ഥരും എല്ലാം നമ്മുടെ സഹോദരന്മാർ തന്നെയായിരുന്നു. ആ സഹോദരന്മാരെല്ലാം ഈ ബഹുദൈവ വിശ്വാസികളോ ഏകദൈവ വിശ്വാസികളോ എന്നൊന്നും നോക്കാതെയാണ് വന്ദേ മാതരം എന്നൊരു ഗീതം അവരുടെ വിപ്ലവ ഗാനമായിട്ട് അവർ ഏറ്റെടുത്ത് പാടിയത്. അന്ന് അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ ചാട്ടവാറടിയായിരുന്നു കിട്ടിയിരുന്നത്. അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നഗരവീതിയിൽ, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് നഗരവീതിയിൽ ആൺ പെൺ ഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ, അതായത് വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാവരും ഏറ്റെടുത്ത് പാടിയത്, അവരെ നാണിപ്പിക്കുന്ന രീതിയിൽ പാടിയത് വന്ദേ മാതരം എന്ന ഗീതമാണ്, അല്ലാതെ ഇപ്പോഴത്തെ ദേശീയ ഗാനമല്ല. വന്ദേ മാതരം എന്നൊരു ഗീതം അത്രത്തോളം വിപ്ലവ ഗാനമായിട്ട് അന്ന് ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഏറ്റെടുത്ത് പാടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ എന്താണ് ഇവർക്ക് പാടിയാലുള്ള കുഴപ്പം? അന്നത് മുഴുവനായിട്ട് ആലപിക്കാമെങ്കിൽ തെരുവ് വീതികളിൽ ബ്രിട്ടീഷുകാരെ കാർക്കിച്ചു തുപ്പുന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പാടാമെങ്കിൽ ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് 80 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ വന്ദേ മാതരം പാടിക്കഴിഞ്ഞാൽ ആർക്കെന്താണ് പ്രശ്നം? ഈ പ്രശ്നമുള്ളവർ തന്നെയാണല്ലോ, നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പന്മാർ തന്നെയാണല്ലോ പാർലമെന്റിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചപ്പോൾ മിണ്ടാതെ കേട്ടു നിന്നത്. ഒരക്ഷരം പറഞ്ഞില്ലല്ലോ എതിർത്ത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അവിടെ എന്തുമാകാം, ഇവിടെ കേരളത്തില് ഒന്നും ആകാൻ പാടില്ല. കാരണം കേരളത്തിൽ നിങ്ങൾക്ക് 2 പേർക്ക്, അതായത് UDF-നും LDF-നും പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രീണനം വേണം.
പ്രീണനത്തിന് വേണ്ടി ഏത് കാൽ കീഴിലും പോകാനായിട്ട് അത്രയും അധപതിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വലതുപക്ഷവും പ്രതിപക്ഷവും. ഇത്രയും നാളും, അതായത് 2-3 ദിവസം മുന്നേ നമ്മുടെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, വന്ദേ മാതരം മുഴുവൻ ആലപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിൽ കണ്ടോളൂ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ കണ്ടു നല്ല ഒന്നാന്തരം പ്രീണന രാഷ്ട്രീയം, പ്രീണന അജണ്ട, പ്രൊപ്പഗണ്ട എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഓർഡർ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി തന്നെ വന്ദേ മാതരം എന്ന ഗീതം മുഴുവൻ പാടണമെന്ന് സർക്കുലർ ഇറക്കിയിട്ടും മറ്റു വകുപ്പുകൾക്ക് അത് കൈമാറിയിട്ടും നിർദ്ദേശം നൽകിയിട്ടും വന്ദേ മാതരത്തെ മാത്രം ഇവർ എതിർത്ത്, അല്ലെങ്കിൽ അതുമാത്രം അവഗണിച്ച് ബാക്കിയുള്ള പരിപാടികളിൽ എല്ലാം ദേശീയ ഗാനമാണ് ഇവർ പാടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. വന്ദേ മാതരത്തെ വെട്ടാൻ മാത്രം വന്ദേ മാതരം എന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പാട്ടാണോ? അല്ലല്ലോ, നമ്മുടെ ദേശീയ ഗീതമാണ്. ആ ദേശീയ ഗീതത്തെ പോലും ഇത്രയും മാത്രം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയും പുച്ഛമാണോ? ഇത് KT ജലീൽ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളുടെ BJP നേതാവ് സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വന്ദേ മാതരം കേരള സർക്കാർ പാടിയില്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോഴും നിയമം പാസ്സായത് ഇവരാരും അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. വന്ദേ മാതരത്തെ അനാദരിച്ചാൽ അല്ലെങ്കിൽ 3 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ആ തടവും പിഴയും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് തുല്യമാണ്. രാജ്യത്തിന്റെ ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും അപമാനിച്ചാലും നിന്ദിച്ചാൽ ഒരുപോലെ തന്നെ കുറ്റമാണ്. ആ ഒരു കുറ്റമാണ് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? 4 വോട്ട് കിട്ടിയതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ മൊത്തം നിങ്ങൾ അപമാനിക്കുകയല്ലേ ചെയ്തത്? കാരണം നിങ്ങൾക്ക് വോട്ട് ചെയ്ത എല്ലാവരും ആ പ്രീണനത്തിൽ വഴങ്ങിയ ആളുകളാണോ? അല്ലല്ലോ. ഇവിടെ ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളും ഒരുപോലെ ചിലപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ബഹുദൈവ വിശ്വാസികളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന പോലെ തരത്തിലല്ലേ ഇപ്പോൾ കോൺഗ്രസിലെ ഓരോരോ നേതാവും മുഖ്യമന്ത്രി വി ഡി സതീശനും കാട്ടിക്കൂട്ടിയത്. കാർക്കിച്ച് തുപ്പ എന്നുള്ള വേർഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് ചെയ്യുന്ന സമയത്ത്, വോട്ട് ഇറക്കുന്ന സമയത്ത്, വോട്ട് ചോദിക്കാൻ ഓരോരുത്തരുടെയും വീട്ടിൽ കയറി വരുമ്പോൾ നിങ്ങൾ ബഹുദൈവ വിശ്വാസിയാണോ, നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങൾ കയറി വരുന്നത്? അല്ലല്ലോ. ഓരോരുത്തരുടെ വീട്ടിൽ പോയി കപ്പ വരെ പുഴുങ്ങി തിന്ന ഒരു സംഭവം ഇവിടെ KC വേണുഗോപാലൊക്കെ ചെയ്തതാണ്. അതൊക്കെ വെച്ച് ഓർക്കുമ്പോൾ ഇവിടെ ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളുടെ ഒരു അന്തർധാര ഇപ്പോൾ കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ഇപ്പോൾ CPM കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളുടെ അന്തർധാര കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ സൈലന്റ് ആയിട്ട് ബാക്കിയുള്ള മതങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഇപ്പോൾ ഭരിക്കുന്ന കേരള സർക്കാരാണ്. കാരണം വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ഹിന്ദുക്കളുടെ ഗീതമാണെന്ന് ബാക്കിയുള്ളവരെ ചാപ്പകുത്തി വരുത്തി തീർത്ത് അവരുടെ തെറ്റിദ്ധാരണ ഉയർത്തി അവരെ പോലും, അതായത് ബാക്കിയുള്ള ഇന്ത്യക്കാരെ പോലും ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ വെറുപ്പോടെ നോക്കാൻ പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇവിടുത്തെ ഓരോ മന്ത്രിമാരും MLA മാരും കാഴ്ചവെക്കുന്നത്. പാണക്കാട് നിന്ന് ഈ പെർമിഷൻ കിട്ടാത്തത് കൊണ്ടാണോ വന്ദേ മാതരം പാടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റുകയില്ല. കാരണം സോണിയാഗാന്ധി ആര് മുഖ്യമന്ത്രിയാകണമെന്ന് അവസാനമായി വിളിച്ചു ചോദിച്ചത് തങ്ങളെയാണ്, മുസ്ലിം ലീഗ് നേതാവിനെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പാണക്കാടിന്റെ ഒരു പവർ എന്താണെന്ന്. പാണക്കാട് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ വന്ദേ മാതരം ഇവിടെ നികുണ്ടയിൽ പോലും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. എന്തിന്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രീണന രാഷ്ട്രീയം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ബാക്കിയുള്ളവരെ വെറും പൊട്ടന്മാരാക്കുകയല്ലേ? ഒരു മതത്തിനും വശംവദരാകാതെ ഭരിക്കാൻ കഴിയുകയില്ല എങ്കിൽ നിങ്ങൾ തുറന്നടിച്ച് സമ്മതിക്കണം പ്രീണന രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണെന്ന്. അല്ലാതെ ഞങ്ങൾ ഒരു മതത്തിലും പ്രീണിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രീണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രീണനം നടത്തുമ്പോൾ, മറുവശത്ത് പ്രീണനം നടത്തുമ്പോൾ നിങ്ങളെ എന്തു പേരാണ് വിളിക്കേണ്ടത്? ഇന്നത്തോടു കൂടി ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ വിദ്വേഷവും വെറുപ്പും നിങ്ങൾ അറിയുന്ന കപട മുഖംമൂടിയും എന്താണെന്ന് ഇവിടെയുള്ള യഥാർത്ഥ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.